ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രൈഡേ വ്ളോഗാണ്. റിപ്പബ്ലിക് ഡേയുടെ തൊട്ട് മുന്നേയുള്ള ഫ്രൈഡേ ആണ്. അപ്പോൾ അന്ന് പാറുവിന് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ആയിരുന്നു സ്കൂളിൽ. അപ്പോൾ ട്രൈ കളേഴ്സ് ആയിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ പാറുവിന് ഇന്ന് ഓറഞ്ച് സ്കേർട്ടും വൈറ്റ് ടീഷർട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്കേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാറുവിൻ്റെ ഒരു കുറച്ച് പഴയ സ്കേർട്ടാണ്. ഇങ്ങനെ ലെയറായിട്ട് പണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെ എൻ്റെ സൂര്യപുത്രിക്ക് ആ സിനിമയൊക്കെ വന്ന ശേഷം ഇങ്ങനത്തെ ലെയറായിട്ടുള്ള സ്കേർട്ട് ഭയങ്കര ട്രെൻഡായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ സ്കേർട്ട്, 2-3 കളറ്. അപ്പോൾ എനിക്ക് ഒരു ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഞാൻ ഈ സ്കേർട്ട് കാണുമ്പോൾ എപ്പോഴും എൻ്റെ ആ സ്കേർട്ടും ഒക്കെ എപ്പോഴും ഓർക്കും ഞാൻ. നല്ല രസമല്ലേ പിള്ളേരിങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനത്തെ സ്കേർട്ട് ഇട്ട് നടക്കുന്നത് കാണാനായിട്ട്. അപ്പം ആളിന്ന് റെഡിയായിട്ട് പോവാണ്. സ്കൂളിൽ പോകുന്നത് ആളെ കൊണ്ടാക്കുമ്പോൾ സ്കൂട്ടറിനല്ലേ പോണേ, അപ്പം നല്ല പൊടിയായിരിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ മൂടിക്കെട്ടിയാണ് എല്ലാ ദിവസവും പോകുന്നത്. അങ്ങനെ ആൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതാ കടലക്കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, താളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊടികളൊക്കെ മൂപ്പിച്ച ചീനച്ചട്ടിയിലാണ് ഞാൻ താളിച്ചിട്ടത്. അതുകൊണ്ടാണ് ആ എണ്ണ ആ ഒരു കളറിലിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല വറുത്തരച്ചെന്ന് പറയാൻ പറ്റില്ല, തേങ്ങ അരച്ചൊരു കടലക്കറിയാണ്. ശരിക്കും ഇങ്ങോട്ട് വറുത്തിട്ടുമില്ല തേങ്ങ എന്നാൽ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു മസാലയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഒരുപാട് സ്പൈസസ് ഒന്നും ഇട്ടില്ല, കുറച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ വെക്കണേലും കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റായിരുന്നു. ഇത് പുട്ടിന് മാത്രമല്ല നമുക്ക് ചോറിനും കഴിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ടേസ്റ്റ് ഉണ്ട്. അപ്പം, ചപ്പാത്തി, എല്ലാത്തിൻ്റെയും കൂടെ നല്ല ഇടിയപ്പം എല്ലാം സൂപ്പറായിരിക്കും കേട്ടോ. ഒരു ദിവസം ഞാൻ റെസിപ്പി കാണിക്കണമെന്ന് വിചാരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ കമൻറ്റിൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സീരിയസ്ലി. അപ്പോൾ ഷൈചേട്ടൻ ആളെ കൊണ്ടുപോയി വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ പാറു വരാൻ സമയമായിട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ കോലമാണത്. നമുക്കത് കണ്ടെന്നും ഇറങ്ങാൻ പറ്റും. അവിടുത്തെ അമ്മ എന്നും ഇതുപോലെ കോലം വരച്ചിടും. അപ്പോൾ ആ പാറു തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പാറുവിന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു വരണ സമയത്ത്. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ അമൂലിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. ഞാനും പാറും കൂടി ഒരു ദിവസം അവിടെ ചുമ്മാ കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഐസ്ക്രീം സാൻഡ്വിച്ച് എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം ഉണ്ട്. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അമൂലിൻ്റെ ഐസ്ക്രീം സാൻഡ്വിച്ച് എന്നാണ് കേട്ടോ. ആ സാൻഡ്വിച്ചിൻ്റെ മുകളിൽ ഒരു ഐസ്ക്രീമാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഭയങ്കര കട്ട മധുരമൊന്നുമല്ല. നമുക്ക് കഴിച്ച് കഴിഞ്ഞൊരു സെർട്ടിലായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഷൈചേട്ടന് കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങളിന്ന് അന്വേഷിച്ച് പോയതാണ്. ഇന്നത് അവിടെ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് ആൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കയറ്റിയത് കൊണ്ട് പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു ഷൈചേട്ടൻ. എന്താ വെച്ചാൽ ആൾക്കൊരു സങ്കടം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ തണുപ്പ് കാലമായത് കാരണം കുറേ നാളായി ഇപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട്. അങ്ങനെ പാറു ഇടയ്ക്ക് എനിക്ക് ഒന്ന് അമ്മ ടേസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് നേരത്തെ കണ്ടത്. അവൾ എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്തിരി തരൂ കേട്ടോ. അത് അവൾക്ക് എന്തോ ഒരു സന്തോഷം പോലെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് നല്ല മുട്ടൻ പണിയുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ മീൻ നന്നാക്കാനുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ കുറേയല്ല, കുറച്ച്. അപ്പം ഞാൻ അതിന് മുന്നേ തന്നെ തോരനൊക്കെ റെഡിയാക്കി വെച്ചു. ബീൻസ് തോരനാക്കി വെച്ചു. അപ്പോൾ ചൂര വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂര കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറി വയ്ക്കാനും പിന്നെ ഇത്തിരി അച്ചാറിടാമെന്ന് പറഞ്ഞിട്ട് ഷൈചേട്ടൻ വാങ്ങിച്ചതാണ്. പിന്നെ നങ്കെന്ന് പറയുന്ന മീനില്ലേ, ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഇതിനെ നാക്കെന്നാണ് പറയണേ. പിന്നെ കണ്ണയില എന്നൊക്കെ പറയുന്ന മീൻ. ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, അയിലയുടെ ഈ കണ്ണിങ്ങനെ ഈ മീനിൻ്റെ ഭയങ്കര ഉണ്ടക്കണ്ണായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കണ്ണയില എന്നൊക്കെ പറയുന്നതെന്ന്. ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. കുറേ നാൾ എനിക്ക് മീൻ ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഈ നെയിലിന് ഒരു ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു ഇൻഫെക്ഷനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബോർ വാട്ടറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിലെന്തൊക്കെയോ ആണ്, കുറച്ച് ഹാർഡ് വാട്ടറാണല്ലോ ഇവിടെ. അപ്പോൾ അതായിരിക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് മാറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഫിഷൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നമുക്കിങ്ങനെ വാങ്ങിച്ചിട്ട് ഈ കടയിൽ ക്ലീൻ ചെയ്ത് തരണേ എനിക്ക് അത്ര തൃപ്തിയല്ല. ഇവിടെ വന്നാൽ എന്തായാലും എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ തന്നെ ഇത് കട്ട് ചെയ്ത് വന്ന മീനാണ്. എനിക്കിഷ്ടം പോലെ പണികളുണ്ട്. ഇതങ്ങനെ തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കളയുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് കഴുകിയെടുത്ത് കറി വെച്ചാൽ പോലും എനിക്ക് പിടിക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു തൃപ്തിക്കനുസരിച്ചിട്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്താണ് ഇത്
എടുക്കുക. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടുത്തെ ക്ലീനിങ് എനിക്ക് അത്ര തൃപ്തിയല്ല. നാട്ടിൽ പിന്നെയും ഒരുമാതിരിയൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് തരാറുണ്ട്. പക്ഷേ ഇവിടെ നന്നായിട്ട് ചെയ്ത് തരുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇത് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടാറുള്ളൂ. അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്തു. അത് കുറച്ച് സമയം എടുത്തു. പിന്നെ നമ്മുടെ ഈ കണ്ണയില എന്ന് പറയുന്നത് അതും അത് വറുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് വെക്കുന്നതിൽ എനിക്കിഷ്ടം വറുക്കാനാണ്. നല്ല ടേസ്റ്റാണ് ഈ മീൻ വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ പാറുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാറുവിനെയും കൂടെ കണക്കാക്കിയിട്ട് ഷൈചേട്ടന് ഇതൊരു ഇത്തിരി വാങ്ങിച്ചത് കേട്ടോ. ഇത് 1/2 കിലോ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനും ഇതുപോലെ തന്നെ കുറേയൊക്കെ ഞാൻ പൊളിച്ച് കളയാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ എനിക്കിവിടെ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു കുഞ്ഞ് കല്ലുള്ളത്. ഇന്നിപ്പോൾ ഇത്രയും മീനുള്ള കാരണം എനിക്ക് ഉരച്ചെടുക്കാനും കൂടെ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ അതും കൂടെ ഈ കത്തി വെച്ച് തന്നെ ചുരണ്ടി എടുക്കുകയാണ്. അപ്പോൾ കുറേ നേരം നിന്ന് കഴിയുമ്പോഴും നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിലൊന്നും ഇങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഒന്നാമത്തെ എനിക്ക് ഇരുന്ന് ചെയ്ത് ശീലവും ഇല്ല. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ മീൻ നന്നാക്കാനായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കൈക്ക് ഒരു ഇൻഫെക്ഷൻ വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ ഒരു നമുക്കിങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ അത് ആഴ്ച 2 ദിവസമാണ് നമുക്ക് കിട്ടുക. അത് മാത്രമാണ് എനിക്ക് തൃപ്തിയായിട്ട് ക്ലീനായിട്ട് കിട്ടുക കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അത്രയും നന്നായിട്ട് തന്നെ അവർ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നാണ് ഫിഷ് ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. പിന്നെ നമ്മളിപ്പം എനിക്കത് കുറച്ച് താല്പര്യം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഷൈചേട്ടനത് മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നങ്ക് ഇങ്ങനത്തെ നാട്ടിൽ കിട്ടുന്ന നങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കായൽ നങ്ക് നല്ല ഉണ്ട നങ്കായിരിക്കും. അതായത് ഇത്രയും നീളത്തിലായിരിക്കില്ല. വട്ടനങ്ക് എന്നാണ് അതിനെ പറയണത്. അത് എന്ത് ടേസ്റ്റാണെന്നറിയോ? അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്കിത് കഴിക്കുമ്പോഴൊന്നും വലിയ ടേസ്റ്റൊന്നും തോന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കായലിലെ മീനിൻ്റെ രുചിയൊന്നും എനിക്ക് ഈ കടലിലെ മീനിന് കിട്ടില്ല. എനിക്ക് കടലിലെ മീനിന് കുറച്ചും കൂടെ ആ ഒരു കടലിൻ്റെ ഒരു ചൂര്, ആ വെള്ളത്തിൻ്റെ ഇതുള്ള പോലെ എനിക്ക് തോന്നും. എനിക്ക് ഏറ്റവും ഇഷ്ടം കായലിലെ മീനാട്ടോ. ചില ആൾക്കാർക്കത് ശീലമില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടായികയൊക്കെ ഉണ്ടാവും. അപ്പം എനിക്ക് കായലിലെ മീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് കൂടുതൽ കഴിച്ചേക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. നല്ല പച്ച മീനൊക്കെ കഴിച്ച് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കിട്ടുന്ന മീനൊന്നും എനിക്ക് ശരിക്കും വലിയ രുചിയൊന്നും തോന്നില്ല. പിന്നെ മീൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മീൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മീൻ നമ്മളെപ്പോഴും കഴിക്കണേ. മീൻ കഴിക്കുന്നത് നല്ലതുമാണല്ലോ. അപ്പോൾ കൂടുതലും കറി വെച്ചാണ് കഴിക്കാറ്. വറുത്ത് കഴിക്കാറുണ്ട്, എന്നാൽ പോലും കൂടുതലും കറി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കണേ കേട്ടോ. അപ്പോൾ നങ്കിൻ്റെ പരിപാടിയും ഇങ്ങനെയാണ്. നന്നായിട്ട് 2 സൈഡിലും ഇതേപോലെ അങ്ങ് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ നങ്ക് വേഗം ക്ലീനായി കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് നന്നാക്കാനായിട്ട്. ഈ നങ്ക് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ അയിലക്കണ്ണി നമുക്ക് ഈ വറുക്കാനായിട്ട് പുരട്ടി വയ്ക്കാം. അപ്പോൾ 2 എണ്ണം മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് തന്നെ പൊടികളൊക്കെ ഇടുക കേട്ടോ. മിക്സ് ചെയ്തൊന്നും എടുക്കാനായിട്ടൊന്നും ഞാൻ മെനക്കിട്ടില്ല. അപ്പോൾ കാശ്മീരി ചില്ലി ഇടുമ്പോൾ നല്ല കളർ കിട്ടും കേട്ടോ. കാശ്മീരി ചില്ലി എടുത്ത് വെച്ചത് തീർന്നു. ഞാൻ മൊത്തത്തിലൊന്നും കൊട്ടിയിടുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. കാരണം അരച്ച് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി എടുത്തങ്ങ് ഇട്ടാൽ മതിയല്ലോ. പിന്നെ നമ്മൾ അത് നന്നാക്കി എടുത്ത് അപ്പോൾ പിന്നെ അത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. എന്നാൽ പിന്നെ വറുക്കണതിൽ അത് പുരട്ടണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ വറുക്കണ ഇതിൽ എന്തായാലും കുറച്ച് ചേർക്കും കേട്ടോ. ഇത് നമ്മൾ എടുക്കുമ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കരുത്. നല്ലോണം ഉണങ്ങിയിരിക്കുന്ന സ്പൂൺ വെച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഇരിക്കും കേട്ടോ. ആ നനവ് വെള്ളത്തിൻ്റെ അംശം അതിൽ അധികം വീഴാതെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഞാനിത് അരച്ച് വെച്ചിട്ട് ഏകദേശം 3 ആഴ്ചയായി. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് കേട്ടോ വെച്ചിരിക്കണേ. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് പുരട്ടി ശരിക്കും മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിത് വറുക്കാൻ പോവുകയാണേ നമ്മുടെ ഊണിന് വേണ്ടിയിട്ട്. വേറെ ഇന്നലത്തെ കുറച്ച് സാമ്പാറുണ്ട്. പിന്നെ ഞാനൊരു തോരൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ മീൻ വറുത്തതും കൂടി കൂട്ടി നമ്മുടെ ഇന്നത്തെ ഊണ് കുശാലാക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദാ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടോ. ഇതാണ് മീൻ നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏറ്റവും വലിയ പണി. എനിക്ക് ഈ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാതെ പിന്നെ ഒരു സമാധാനമില്ല കേട്ടോ.
അപ്പം പിന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ ചെറുതും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. നന്നായിട്ട് ലോഷനൊക്കെ ഒഴിച്ച് അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് പോകുന്ന പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സമാധാനമാണ്. അപ്പം ഞാനിപ്പോൾ ഈ നോൺ സ്റ്റിക്കിൽ മീൻ വറുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ വളരെ കുറവ് മതിയല്ലോ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ തവി പൊക്കി കാണിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പാച്ചുലയാണിത്. നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫോൾഡ് ചെയ്യാനൊക്കെ ആണല്ലോ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ നോൺ സ്റ്റിക്കിൽ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഞാൻ വേറൊരു മോഡലൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് സാമ്പാർ. കഴിഞ്ഞ ദിവസത്തെ സാമ്പാറാണ്. തലേ ദിവസം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയ സമയത്ത് വെച്ചതാണ്. അപ്പം ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മീനും ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ചോറുണ്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ബൈ.